Yeah. Here we installed the cooling plant. And And this- next to that, the control. എക്സ്ക്യൂസ് മീ സർ, ചന്ദ്രേട്ടനാണ്, അർജന്റ് ആണെന്ന് പറഞ്ഞു. Okay. One moment. എന്താ ചേട്ടാ എന്തു പറ്റി? കിരൺ, ദിസ് ആൻ എമർജൻസി. എനിക്ക് അത്യാവശ്യമായിട്ട് നിന്നെ കാണണം. ലുക്ക് ചന്ദ്രേട്ടാ, ഞാനിവിടെ. നോ കിരൺ, നോ എക്സ്ക്യൂസസ് പ്ലീസ്. ഇത് അമ്മുവിന്റെ ഒരു പ്രശ്നമാണ്. ഷീസ് ഇൻ ബിഗ് ട്രബിൾ. ചന്ദ്രേട്ടാ, അമ്മുന്? നീ ഇപ്പൊ തന്നെ ഓഫീസിലെത്തണം. ഐ വിൽ ബി ദേർ. ഓക്കെ, ഞാൻ വരാം. ടേക്ക് എ ലുക്ക്. ചെക്കിടപാടിൽ കബളിപ്പിച്ചു എന്ന് കള്ളത്തെളിവുണ്ടാക്കി അമ്മുവിനെതിരെ പോലീസിൽ പരാതി കൊടുത്തിരിക്കുന്നു ആ വിക്ടറിന്റെ കിഷൻപട്ടയുടെ ആൾക്കാര്. പോലീസിൽ അവർ കൊടുത്തിരിക്കുന്ന പരാതിയുടെയും ഡോക്യുമെന്റ്സിന്റെ കോപ്പികളാണ് ഇതില്. ഫ്രം എ റിലയബിൾ സോഴ്സ്. But how this possible, ചന്ദ്രേട്ടാ? അമ്മു ആർക്ക് എന്തിന് ചെക്ക് എഴുതി കൊടുത്തു ഇമാരി പറയുന്നത്? This can't be. നോ കിരൺ, അമ്മു ഇസ് റെസ്പോൺസിബിൾ. But how? പാവം സ്വാമിനാഥൻ സാർ അവസാന കാലത്തെ ഗതികേടിൽ വിക്ടറിന്റെ ഇടപാടിൽ കണ്ണീ കണ്ടവരോടൊക്കെ പണം പലിശയ്ക്ക് കടം വാങ്ങിച്ചു. ഈടായിട്ട് ഭാര്യയുടെ മകളുടെ പേരിലുള്ള ചെക്ക് തന്നെ വേണമെന്ന് ചിലരെങ്കിലും നിർബന്ധിച്ച് കാണും. നിക്കക്കള്ളിയില്ലാതെ സാർ അതിന് സമ്മതിച്ചും കാണും. ബട്ട് വെരി അൺഫോർച്ചുനേറ്റ്. പക്ഷേ ഇവന്മാരീ ചെയ്യുന്ന ഒന്നും അമ്മൂനോടുള്ള വൈരാഗ്യം കൊണ്ടല്ല കിരൺ. ഒക്കെ രവിയോടുള്ള കണക്ക് തീർക്കവന്മാരെ. ആ ബട്ടയും വിക്ടറും ബോസ്റ്റാർട്സ്. അന്നേ ഒരു 100 വട്ടം ഞാൻ പറഞ്ഞതാ രവിയോട്, യുവന്മാരുടെ അനാവശ്യമായിട്ടുള്ള ശത്രുതയൊന്നും വേണ്ടാന്ന്. ആര് കേൾക്കാൻ? ദാ കണ്ടില്ലേ, ഇവിടെ ഷാർജയിലും അബുദാബിയിലായിട്ട് 3 കേസുകൾ അവർ മൂവ് ചെയ്തിരിക്കുന്നത്. അപ്പോ പറഞ്ഞില്ലേ കിരൺ, ഇനിയിപ്പോ ഏത് നിമിഷവും അമ്മൂനെ അന്വേഷിച്ച് പോലീസ് വീട്ടിൽ കയറി വരാം. ഇതിപ്പോ വല്ലാത്തൊരു ട്രാപ്പിലായി പോലെ നമ്മള്. കിരൺ, ഇനിയിപ്പോ എത്രയും പെട്ടെന്ന് അമ്മൂനെ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും നമുക്ക് മാറ്റണം. തൽക്കാലം പോലീസിന് എത്തിപ്പെടാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക്. ഫ്ലൈറ്റിൽ നിന്ന് അവസാനമായിട്ട് ഫോണിൽ കിട്ടിയപ്പോൾ രവി പറഞ്ഞത് അത് തന്നെയാണ്. പെട്ടെന്ന് റെഡിയാകാൻ ഞാൻ അമ്മൂനോട് പറഞ്ഞിട്ടുണ്ട്. സേഫായിട്ടൊരു സ്ഥലവും ഞാൻ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. കുഴപ്പം കൂടാതെ ബോർഡർ കിടക്കാനും ഏർപ്പാടാക്കിയിട്ടുണ്ട്. യു ഹാവ് ടു ഗോ വിത്ത് അമ്മു. കൂടെ യൂസഫും വരും. പുറപ്പെട്ടപ്പോൾ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു. എന്തു പറ്റുകയാണ്? എന്താ ആലോചിക്കുന്നത്? ബോർഡർ ക്രോസ് ചെയ്തിട്ട് ഇപ്പൊ എത്ര ദൂരം പോകുന്നതാണ് നമ്മള്? ഒരു 600 കിലോമീറ്റർ. ചന്ദ്രേട്ടൻ പറഞ്ഞൊരു വാശി തോന്നിയിട്ട് പെട്ടെന്ന് അമ്മൂനെയും കൊണ്ട് ഇങ്ങനെ ഇറങ്ങി പുറപ്പെട്ടു പോയെങ്കിലും എവിടെയൊക്കെ എന്തൊക്കെയോ ശരിയല്ലാത്ത പോലെ, ശരിയല്ലാത്ത എന്തൊക്കെയോ ചെയ്യുന്നൊരു തോന്നൽ പോലെ. എങ്ങനെയെങ്കിലും മേജറിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ. എനിത്തിങ് റോങ് കിരൺ? ഏയ്, വെറുതെ ഒരു കൺഫ്യൂഷൻ തോന്നിയിട്ട് ഞാൻ ഓരോന്നും എന്നോട് ഇങ്ങനെ ചോദിക്കുകയായിരുന്നു. അമ്മ വറീഡ് ആവണ്ട, യു റിലാക്സ്. മുനീർ, मुनीर। हाँ, मैं इधर ही हूँ साहब। अस्सलाम वालेकुम। वालेकुम सलाम। येलो जी। ശരിക്കും ഇത് ആരുടെ സ്ഥലം യൂസഫ്? എന്തോ ചന്ദ്രേട്ടന്റെ ഏതോ പാർട്ണർഷിപ്പിലുള്ള ഇടപാടാണെന്ന് അറിയൂ. മുമ്പൊരിക്കൽ വന്നിട്ടുണ്ട് ഞാനിവിടെ. ദിസ് ഈസ് എ സേഫ് പ്ലേസ്. ദാ ആവശ്യങ്ങൾ എന്താന്ന് വെച്ചാൽ ഇവനോട് പറഞ്ഞാൽ മതി, ഇവൻ നോക്കിക്കൊള്ളും. देखो मुनीर, साहब और मेम साहब को अच्छी तरह ख्याल रखना। जी साहब। അപ്പൊ നീ ഇവിടെ നിന്ന് ഒരു 50 കിലോമീറ്റർ പോയാൽ അത്യാവശ്യം പ്രൊവിഷൻസ് കിട്ടുന്ന സ്ഥലമുണ്ട്. അവിടെ പോയി വേണ്ടതൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ രാത്രി തന്നെ തിരിച്ചു പോകണം. എനിക്ക് തിരിച്ചു പോകാനോ? വാട്ട് യു മീൻ? ഞാൻ തിരിച്ചു തന്നോളാനാ ചന്ദ്രേട്ടന്റെ കൽപ്പന. അറിയാലോ, മേജർ സ്ഥലത്തില്ലാത്തപ്പോ ചന്ദ്രേട്ടന്റെ കമാൻഡിലാ ഞാൻ. അതാ പതിവ്. ഏയ്, അമ്മു സമാനപ്പെട്ടോളൂ. ഇവിടെ ഒരു കുഴപ്പം വരാൻ പോണില്ല അല്ലേടാ? യെസ്. നീ പോയിക്കോ. പോയിട്ട് വേമ്പാ. ഓക്കെ മാഡം, ഇപ്പൊ ഞാനിങ്ങെത്തും. ഒരു 1.5 മണിക്കൂർ. കം.
बाहर निकल। Sorry, Yusuf. Really sorry. Come on, get up. Come on, come on, come on, come on. अरे 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 इतना मारा तू इसको, दिमाग खराब हो गया तुम्हारा। आई एम सॉरी यूसुफ. देखो नी रवि मामंडे विश्वस्तनाई पोयले. That's why I forced. ठीक कर रहा हूं। സോറി യൂസഫ്, ദാ ഇങ്ങനെ നിന്നെ ബലം പ്രയോഗിച്ച് ഇവിടെ കൊണ്ടുവരേണ്ടി വന്നതിൽ വല്ലാത്ത സങ്കടമുണ്ട് ചന്ദ്രേട്ടന്. ഒരു സിഗരറ്റ് വേണോ നിനക്കൊന്ന് റിലാക്സ് ചെയ്യാൻ? ഓർ എ ഡ്രിങ്ക്? ചന്ദ്രേട്ട നിങ്ങള് കൂൾ ഡൗൺ യൂസഫ്. കണ്ണിന്റെ മുമ്പിൽ പെട്ടെന്ന് ഇങ്ങനെ ചന്ദ്രേട്ടനെ കാണുമ്പോൾ വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നീ എന്ന് എനിക്കറിയാം. ഇത്രയധിക കാലം ആട്ടും തുപ്പും അധിക്ഷേപം ഒക്കെ സഹിച്ച് നിന്നെപ്പോലെ തന്നെ രവിയുടെ കൂടെ നിന്നവനാ ഈ ഞാനും. പക്ഷേ ഇന്നലെ വന്നിറങ്ങിയ ഒരുത്തൻ ഒറ്റയടിക്ക് ചന്ദ്രേട്ടനെ ചവിട്ടി പുറത്താക്കിയിട്ട് എല്ലാം അങ്ങ് കൈയടക്കി കളയാമെന്ന് വിചാരിച്ചാലുണ്ടല്ലോ. നോ, നെവർ. നിന്റെ രവി എപ്പോഴും ഇങ്ങനെ ചന്ദ്രേട്ടനെ കളിയാക്കി പറയാറില്ലടാ, ഗാംബ്ലർ എന്ന്. ഉള്ളിന്റെ ഉള്ളിൽ അത് തന്നെയാ ചന്ദ്രേട്ടൻ ഇപ്പോഴും, ചൂതാട്ടക്കാരൻ. സോ ദാറ്റ്സ് ഇറ്റ്. ചന്ദ്രേട്ടൻ കൂറുമാറി ചവിട്ടുന്നു. ചന്ദ്രേട്ടൻ തനിച്ചല്ല, കൂടെ നീയും. എന്താ രവി നിന്റെ പേരിൽ ഏതെങ്കിലും കാലത്ത് എഴുതി വയ്ക്കൂന്ന് വീമ്പിളക്കുന്നത് പോലെ ദുബായ് പോർട്ടിലെ 1.25 ചക്രത്തിന്റെ ഉണക്കമീൻ കച്ചവടം അല്ല ഇത്. ദാ ഒന്ന് മൂളിയാ മതി നീയ്. ഇവിടെ വേണമെങ്കിൽ ഇവിടെ, ഇല്ലെങ്കിൽ ബോംബെയില്. നീ ചോദിക്കുന്ന പണം നിനക്ക് തരും ഭട്ടാജി, ഇൻ ക്രോഴ്സ്. പകരം കൂടെ നിന്ന് ഒപ്പം നടന്ന് ഈ ഭട്ടാജിയുടെ കാൽ ചുവട്ടിക്കൊണ്ട് എറിഞ്ഞു കൊടുക്കണം നമുക്ക് രവിയെ. गोली मार दूंगा तेरे को. अरे खड़े रहो. जिंदा नहीं छोड़ूंगा तेरे को. खड़ा जी. नो प्लीज यार, तो चुप कर प्लीज. यार मैं बोला ना चुप कर, समझाई से പ്ലീസ്. എന്റെ ഒപ്പം നിൽക്കാൻ തയ്യാറല്ലെങ്കിൽ ഹി ക്യാൻ ഗോ ബാക്ക്. ഒരു പോറൽ പോലും ഏൽക്കാതെ തിരിച്ചു പോയിക്കോട്ടെ യൂസഫ്. अरे യെസ്, ജീവനോടെ വിട്ടാൽ ഇവൻ എല്ലാം ചെന്ന് രവിയോട് പറയും, അത്രയല്ലേ ഉള്ളൂ. ഐ ഡോണ്ട് കെയർ. എന്നായാലും രവി ഇതൊക്കെ അറിയാനുള്ളതല്ലേ. പക്ഷെ അതിന്റെ പേരിൽ ഇവന്റെ ജീവൻ എടുക്കാൻ പാടില്ല. ഹി ഷുഡ് ഗോ. ഭട്ടാജി, ഇറ്റ്സ് എ റിക്വസ്റ്റ്, പ്ലീസ്. हट जा साले, मर जा. मर जा. ചന്ദ്രേട്ടന്റെ കാർ പുറത്തുണ്ട്, നിനക്ക് പോകാം. യൂസഫ്, son of a bitch. अरे विक्टर, अरे ये तो कमाल का आदमी निकला यार. देख